നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് രംഗത്തേക്ക് വനിതകൾ കടന്നുവരുന്നത് അഭിമാനകരമെന്ന് ഫുട്ബോൾ താരം CK വിനീത്. കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ സംഗീത ജലധാര നടപ്പാക്കാൻ തയ്യാറാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂരിൽ മഹിളാ സംഗമം. ഫറോക്കിലെ സജീവ സാമൂഹ്യ പ്രവർത്തകൻ എഞ്ചിനീയർ P. വേണുഗോപാലന് ജനകീയ കൂട്ടായ്മ ഡിസംബർ 22-ന് ആദരമൊരുക്കും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് രംഗത്തേക്ക് വനിതകൾ കടന്നുവരുന്നത് അഭിമാനകരമെന്ന് ഫുട്ബോൾ താരം CK വിനീത്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന് മുന്നോടിയായുള്ള ബീച്ച് ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ 27 മുതൽ 29 വരെ നടക്കുന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന്റെ മുന്നോടിയായി ബേപ്പൂർ ബീച്ചിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് പ്രമുഖ ഫുട്ബോൾ താരം CK വിനീത് ഉദ്ഘാടനം ചെയ്തു. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് രംഗത്ത് വനിതകൾ കടന്നുവരുന്നത് സന്തോഷകരമാണെന്നും ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ടൂർണമെന്റിൽ വനിതാ ടീമുകളുടെ പങ്കാളിത്തം അഭിമാനകരമാണെന്നും CK വിനീത് പറഞ്ഞു. കളിയിൽ ജയിക്കുക എന്നതല്ല, പങ്കാളികളാവുക എന്നതാണ് പ്രധാനം. കഠിനാധ്വാനവും താല്പര്യവും ഉണ്ടെങ്കിൽ ആർക്കും ജയം സ്വന്തമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ എവിടെ പോകുമ്പോഴും വിമൻസ് ടീം ഉണ്ടാകുന്നത് വളരെ കുറവാണ്. കോളേജിലൊക്കെ പോകുമ്പോൾ കുട്ടികൾ ചോദിക്കും നമുക്ക് എങ്ങനെ കളിക്കാൻ പറ്റുമോ, നമുക്ക് എവിടെയാണ് കളിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അത് സന്തോഷമാണ്. നിങ്ങൾ വിമൻസ് ടീമിന് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് സന്തോഷമാണ്. എല്ലാവരും നല്ലോണം കളിക്കുക. എന്താ പറയുക, നിങ്ങളുടെ ടൂർണമെൻറ്റ് ഒഫീഷ്യലായിട്ട് ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും എന്താ പറയുക, സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കളിക്കുക. എല്ലാ കളിയും ജയിക്കണമെന്നില്ല, നമ്മളെ ടീം തന്നെ കാണുന്നില്ല, എപ്പോഴും നമ്മൾ ജയിക്കണമെന്നില്ല. പക്ഷേ എല്ലാവരും, കാണികളും ആൾക്കാരും എല്ലാവരും കളിക്കുന്ന ടീമിൻ്റെ കൂടെ നിൽക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ എന്തായാലും ജയിച്ചിരിക്കും. കുറച്ച് സമയം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ, കുറച്ച് എഫേർട്ട് എടുക്കുമെന്നുള്ളതേ ഉള്ളൂ. തോറ്റാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായാലും കപ്പടിക്കും. ഓക്കെ. ബേപ്പൂർ ബീച്ചിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ P. രജനി അധ്യക്ഷയായി. ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി പ്രഭു പ്രേമനാഥ്, KDFA സെക്രട്ടറി സജേഷ് കുമാർ, DTPC മാനേജർ നിഖിൽ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പൈതൃക വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ കോഴിക്കോട് കോർപ്പറേഷനുമായി സഹകരിച്ച് സംഗീത ജലധാര നടപ്പാക്കാൻ വിനോദസഞ്ചാര വകുപ്പ് തയ്യാറാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. പള്ളിയിലെ വൈദ്യുതി ദീപാലങ്കാരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിടങ്ങൾ ദീപാലങ്കൃതമാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി മിഷ്കാൽ പള്ളി വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. ദീപാലങ്കാരത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കളോടും പള്ളി ഭാരവാഹികളോടും ആലോചിച്ച ശേഷം തളി ക്ഷേത്രത്തിൽ ചെയ്തതുപോലെ സംഗീത ജലധാര മിഷ്കാൽ പള്ളിയിലും നടപ്പാക്കാൻ വിനോദസഞ്ചാര വകുപ്പ് സന്നദ്ധമാണെന്ന് മന്ത്രി അറിയിച്ചു. ചരിത്ര പ്രാധാന്യമുള്ള മിഷ്കാൽ പള്ളി സഞ്ചാരികളും ഗവേഷണ കുതുകികളും തേടി വരുന്നതാണ്. അവർക്കും നാട്ടുകാർക്കും സന്ധ്യാസമയം സംഗീത ജലധാരയുടെ സാമീപ്യത്തിൽ മനോഹരമായി ചെലവഴിക്കാൻ സാധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി എന്തുകൊണ്ടും ഹെറിറ്റേജ് ടൂറിസത്തിന്റെ ഭാഗമായി ഉൾപ്പെടുന്നതാണ്. ചരിത്രപരമായി പ്രാധാന്യമുള്ള
ഒരു ആരാധനാലയമാണെന്ന് നമുക്കറിയാം. 7 നൂറ്റാണ്ടോളം പഴക്കമുള്ള പള്ളിയാണ്. പോർച്ചുഗീസ് അധിനിവേശത്തിൻ്റെയും ചെറുത്തുനിൽപ്പിൻ്റെയും പാരമ്പര്യം, മാനവ സൗഹാർദ്ദത്തിൻ്റെ, മതസാഹോദര്യത്തിൻ്റെ ചരിത്രവും നിറഞ്ഞു നിൽക്കുന്നതാണ് കുറ്റിച്ചിറ പള്ളി. മനോഹരമായ വാസ്തുവിദ്യ മാതൃകയാണ് ഈ പള്ളി. ഈ വാസ്തുവിദ്യ രാത്രിയിലും പ്രദർശിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഈ ലൈറ്റിംഗ്. പല ദൂരത്തുനിന്നും ആളുകൾ ഈ പള്ളി കാണാൻ വരുന്നുണ്ട്. രാത്രിയിലും ഇനി ഈ പള്ളി ശ്രദ്ധിക്കപ്പെടും. ലൈറ്റിങ്ങോടുകൂടി രാത്രിയിലും ആളുകൾക്ക് ഈ പള്ളിയുടെ സൗന്ദര്യം മനസ്സിലാക്കാനാണ്. സഞ്ചാരികൾക്കും ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ഇതേറെ സഹായകരമാണ്. പരിപാടിയിൽ അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, വാർഡ് കൗൺസിലർ K മൊയ്തീൻ കോയ, മുൻ MLA TPM സാഹിർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറോക്കിലെ സജീവ സാമൂഹ്യ പ്രവർത്തകനായ എഞ്ചിനീയർ P വേണുഗോപാലന് ജനകീയ കൂട്ടായ്മ ആദരമൊരുക്കുന്നു. ഡിസംബർ 22-ന് ഫറോക്കിലാണ് വേണുഗീതം എന്ന പരിപാടി സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 22 ഉച്ചക്ക് 3 മണിക്ക് ഫറൂഖ് റോയൽ അലയൻസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഏകദേശം 40 വർഷത്തിലധികം ഫറൂഖ് മേഖലയിലും കോഴിക്കോടിൻ്റെ വിവിധ സ്ഥലങ്ങളിലും സാമൂഹിക സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും പ്രവർത്തിച്ച നമ്മുടെ ഫറൂഖിൻ്റെ അഭിമാനമായ എഞ്ചിനീയർ വേണുഗോപാലേട്ടന് വായനക്കൂട്ടം ആഭിമുഖ്യം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് ആദരവ് നൽകുന്ന ചടങ്ങാണ് 22-ാം തീയതി നടക്കുന്നത്. 4 പതിറ്റാണ്ടിലധികമായി ഫറൂഖിന്റെ കലാകായിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി ഇടപെടുകയും വിലപ്പെട്ട സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന എഞ്ചിനീയർ P വേണുഗോപാലനെ ജനകീയ കൂട്ടായ്മയൊരുക്കി ഫറൂഖ് വായനക്കൂട്ടം ആദരിക്കുന്നു. ഡിസംബർ 22-ന് റോയൽ അലയൻസിലാണ് സ്നേഹാദരം പരിപാടി സംഘടിപ്പിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസ് ആദര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അജിത് കുമാർ പൊന്നേംപറമ്പത്ത്, വിജയകുമാർ പൂതേരി, ദേവദാസ് മാട്ടുപുറത്ത്, ഭാനുപ്രകാശ്, അരവിന്ദാക്ഷൻ K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര ഥാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് സിറ്റി സബ് ജില്ലാതല വാർത്താ വായന മത്സരം സംഘടിപ്പിച്ചു. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ കുട്ടികളാണ് പങ്കെടുത്തത്. 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടിയവർ ജില്ലാതലത്തിൽ മത്സരിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പും സാമൂഹിക ശാസ്ത്ര കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച കോഴിക്കോട് സിറ്റി സബ് ജില്ലാതല വാർത്താ വായന മത്സരം കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ സിറ്റി സോഷ്യൽ സയൻസ് കൺവീനർ C സുമേഷ് സ്വാഗതം പറഞ്ഞു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് MK സൈനബ അധ്യക്ഷത വഹിച്ചു. സിറ്റി AEO മൃദുല KV പരിപാടി ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ സയൻസ് ക്ലബ്ബ് മുൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ മാസ്റ്റർ, KV ജസീല ടീച്ചർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഫെമി ടീച്ചർ നന്ദി പറഞ്ഞു. ഹൈസ്കൂൾ വിഭാഗത്തിൽ GGHSS ചാലപ്പുറം സ്കൂളിലെ സഫിയ നിദ TT 1ാം സ്ഥാനവും സെന്റ് മൈക്കിൾസ് HSS വെസ്റ്റ് ഹിൽ സ്കൂളിലെ ആൻ ക്രിസ്റ്റീന ലുക്ക് 2ാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാതലത്തിലേക്ക് യോഗ്യത നേടി.
ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സെന്റ് ജോസഫ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗൗരി സ്വരൂപ് 1ാം സ്ഥാനവും പ്രൊവിഡൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കീർത്തന 2ാം സ്ഥാനവും കരസ്ഥമാക്കി ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂരിൽ മഹിളാ സംഗമം നടത്തി. അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. സുശീല ഗോപാലൻ അനുസ്മരണത്തോടനുബന്ധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ സംഗമം അഖിലേന്ത്യാ പ്രസിഡന്റ് പി.കെ. ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ബഹുജനങ്ങൾ ആദരിക്കുന്ന ഒരു സമുന്നത വ്യക്തിത്വമാണ് സഖാവ് സുശീല ഗോപാലൻ. പാർലമെന്റിനകത്തും പുറത്തും ഇന്ത്യയിലെ സ്ത്രീകളുടെ വിമോചനത്തിനു വേണ്ടിയും അതിലുപരി അധ്വാനിക്കുന്ന സമസ്ത മേഖലയിൽ, പ്രത്യേകിച്ച് കയർ കശുവണ്ടി മേഖലയിലുള്ള സഹോദരിമാരെയും സംഘടിപ്പിക്കുന്നതിനും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടി ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും സംഘടിപ്പിച്ചിട്ടുള്ള നേതാവാണ് നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സഖാവ് സുശീല ഗോപാലൻ. ഇന്ന് നാം എല്ലാം പലപ്പോഴും ചർച്ച ചെയ്യുകയും മനസ്സിലാക്കി നമ്മുടെ അത് അവകാശമാണെന്ന് തിരിച്ചറിയുന്ന ഒട്ടേറെ നിയമങ്ങൾ പാർലമെന്റിനകത്ത് പാസ്സാക്കിയെടുക്കുന്നതിന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിലും പാർലമെന്റ് മെമ്പർ എന്നുള്ള നിലയിലും സഖാവ് സുശീല ഗോപാലൻ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ്. ജില്ലാ പ്രസിഡന്റ് ദീപ ഡി ഓൾക അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ പുഷ്പജ, ട്രഷറർ യു സുധർമ്മ, സംസ്ഥാന കമ്മിറ്റി അംഗം പി ഉഷാദേവി, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ മീര ദർശക്, പി ഷീജ, ടൗൺ സൗത്ത് ഏരിയ സെക്രട്ടറി കെ തങ്കമണി, ഫറോക്ക് ഏരിയ സെക്രട്ടറി സിന്ധു പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട്ടെ പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനായ പി.വി. നവീന്ദ്രൻ NCPയിൽ ചേർന്നു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് മുക്കം മുഹമ്മദിൽ നിന്നും അദ്ദേഹം അംഗത്വം സ്വീകരിച്ചു. ജില്ലാ നേതാക്കളായ അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, സുനിൽ സിംഗ്, അബ്ദുള്ള എന്നിവരും സന്നിഹിതരായി. കോഴിക്കോട് വനിതാ പോളിടെക്നിക്കിന്റെ സഹവാസ ക്യാമ്പ് ചേന്ദമംഗല്ലൂർ LP UP സ്കൂളുകളിലായി ആരംഭിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന വിളംബര ജാഥ ശ്രദ്ധേയമായി. ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് വനിതാ പോളിടെക്നിക് കോഴിക്കോടിന്റെ സപ്തദിന സഹവാസ ക്യാമ്പ് ഗവൺമെന്റ് LP and UP സ്കൂൾ ചേന്നമംഗല്ലൂരിൽ വിളംബര ജാഥയോടെ ആരംഭിച്ചു. ക്യാമ്പ് ബഹുമാനപ്പെട്ട തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ അബ്ദുൽ ഗഫൂറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ NSS പ്രോഗ്രാം ഓഫീസർ വിനോദ് കുമാർ സ്വാഗതം പറഞ്ഞു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രഞ്ജിത്ത് മുഖ്യപ്രഭാഷണം നടത്തി. PTA ഭാരവാഹികളായ സൈഫുദ്ദീൻ നറുക്കിൽ, മുഹമ്മദ് അഷ്റഫ്, മഹജൂബ സിറാജ്, സുജിത്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചടങ്ങിന് വളണ്ടിയർ സെക്രട്ടറി ദിവ്യശ്രീ നന്ദി പ്രകാശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചിമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ 4 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പവും ലക്കി ഡ്രോ കൂപ്പൺ സൗജന്യം. ലക്കി ഡ്രോയിലൂടെ ഫ്ലാറ്റുകൾ, 10 ലക്ഷം രൂപ, കാറുകൾ, 2 വീലറുകൾ, ഐഫോണുകൾ എന്നിവ സമ്മാനമായി നേടാൻ അവസരം. ബമ്പർ സമ്മാനം മഹീന്ദ്ര കാർ. ഓരോ 1 ലക്ഷം രൂപയുടെ ഡയമണ്ട്, അൺകട്ട്, നവരത്ന, പ്ലാറ്റിനം ആഭരണ പർച്ചേസിനും 3 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷ്യസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം. ബോബി ചെമനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സമർപ്പണ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിന്റെ നവീകരിച്ച നൃത്ത കളരി പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം നൃത്താധ്യാപകൻ സഹേഷ് S. ദേവനും മറ്റ് അധ്യാപകരും കുട്ടികളും സഹേഷിന്റെ മാതാപിതാക്കളും ചേർന്ന് നിർവഹിച്ചു. സംസ്ഥാന ദേശീയ തല മത്സരങ്ങളിൽ അനവധി പുരസ്കാരങ്ങൾ നേടിയ 100ഓളം നർത്തകരെയും
പ്രൊഫഷണൽ നൃത്തവേദികളിൽ മികവാർന്ന പ്രകടനം കാഴ്ചവെച്ച നൃത്ത വിദ്യാർത്ഥികളെയും വാർത്തെടുക്കുന്നതിൽ വിജയിച്ച കേരളത്തിലെ സ്കൂളുകളിലൊന്നായ സമർപ്പണ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് കൂടുതൽ വിശാലതയോടെയും ആധുനികമായും സജ്ജീകരിച്ചുകൊണ്ടാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. സമർപ്പണ അക്കാദമിയുടെ നവീകരിച്ച കളരിയുടെ ഉദ്ഘാടനം നൃത്താധ്യാപകൻ സഹേഷ് എസ് സഹദേവനും മാതാപിതാക്കളും നൃത്ത അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ എരഞ്ഞിക്കൽ പ്രദേശത്താണ് സമർപ്പണ സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് പ്രവർത്തിക്കുന്നത്. ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം തുടങ്ങിയ നൃത്തകലകളിൽ അധ്യാപകൻ സഹേഷ് എസ് ദേവന്റെ നേതൃത്വത്തിലാണ് വിദഗ്ധർ പരിശീലനം നൽകി വരുന്നത്. കാലടി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിഗ്രിയും PGയും കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ നിന്നും MPhil ബിരുദവും നേടിയ സഹേഷ് എസ് ദേവൻ കഴിഞ്ഞ 17 വർഷമായി നൃത്ത അധ്യാപനത്തിൽ സജീവമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്കെച്ചേഴ്സ് പാദരക്ഷകളുടെ പുതിയ ഷോറൂം കോഴിക്കോട് ലുലു മാളിൽ തുറന്നു. ഇതോടനുബന്ധിച്ചുള്ള 1000 കിലോമീറ്റർ കമ്മ്യൂണിറ്റി ചാലഞ്ച് നടി മാളവിക മോഹൻ പൂർത്തിയാക്കി. സ്കെച്ചേഴ്സ് കമ്മ്യൂണിറ്റി ഗോൾ ചാലഞ്ചിന്റെ ഭാഗമായി 1000 കിലോമീറ്റർ ഓട്ടം ലുലു മാളിൽ പൂർത്തിയായി. ഡിസംബർ 17 തുടങ്ങിയ 8ാമത്തെ ഗോൾ ചാലഞ്ച് ലുലു മാളിലെ സ്കെച്ചേഴ്സ് ഉദ്ഘാടന സദസ്സിൽ നടി മാളവിക മോഹൻ അവസാന കിലോമീറ്റർ ഓടിയതോടെയാണ് പൂർത്തിയായത്. 1000 കിലോമീറ്റർ പൂർത്തിയാക്കിയ മറ്റുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി PT ഉഷ ഫൗണ്ടേഷന് സ്കെച്ചേഴ്സ് 100 ജോഡി ഷൂസുകൾ നൽകി. കമ്മ്യൂണിറ്റി, ഫിറ്റ്നസ്, യുവ അത്ലറ്റുകൾക്കുള്ള പ്രോത്സാഹനം തുടങ്ങിയവയുടെ ഭാഗമായാണ് ഇത്. സ്വപ്നങ്ങളെയും ചിന്തകളെയും താലോലിക്കാൻ ഉദ്ഘാടന ചടങ്ങിൽ മാളവിക മോഹൻ പുതുതലമുറയോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് വെരി ഓഫൻ. എൻ്റെ നാട് കണ്ണൂരാണ്. പയ്യന്നൂർ ടു ബി സ്പെസിഫിക്. ലുക്കിംഗ് ദ സെയിം, if only if look more beautiful. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഫിറ്റ്നസ് ടിപ്സ് ഉണ്ടോ? മാളവികയുടെ ഒരു പേഴ്സണൽ ഫിറ്റ്നസ് റുട്ടീൻ ഒക്കെ എങ്ങനെയാണ്? Any tips from you? I think when it comes to fitness, the only thing we can say is that there are. പാദരക്ഷാ കമ്പനിയായ സ്കെച്ചേഴ്സിന്റെ കോഴിക്കോട്ടെ 3ാമത്തെ ഷോറൂമാണ് ലുലുവിൽ തുറന്നത്. പുതിയതും ജനപ്രിയവുമായ ലൈഫ് സ്റ്റൈൽ പാദരക്ഷാ ശേഖരങ്ങളും ഫാഷൻ, സ്പോർട്സ്, കാഷ്വൽ, പ്രൊഫഷണൽ, കുട്ടികളുടേത് ഉൾപ്പെടെ എല്ലാ പ്രായക്കാർക്കുമുള്ള ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. ഹാൻഡ്സ് ഫ്രീ സ്ലിപ്പിൻസ്, മസാജ് ഫിറ്റർ, ആർച്ച് ഫിറ്റർ, മാക്സ് കുഷനിങ്, ഹൈപ്പർ ബസ്റ്റ്, എയർ കൂൾ മെമ്മറി ഫോം, റിലാക്സ്ഡ് ഫിറ്റ് ടെക്നോളജി, സ്ട്രെച്ച് ഫിറ്റ് തുടങ്ങിയ സാങ്കേതികതകൾ മുതൽ കായിക പ്രേമികൾക്കുള്ള പെർഫോമൻസ് ഷൂസ് വരെ ഇവിടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അപ്പോളോ സർക്കസ് കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ പ്രദർശനം ആരംഭിച്ചു. ദിവസേന 3 പ്രദർശനങ്ങൾ ഉണ്ടാകും. ഉച്ചയ്ക്ക് 1 മണിക്കും വൈകിട്ട് 4 മണിക്കും 7 മണിക്കുമാണ് പ്രദർശനങ്ങൾ. ഇന്ത്യയിലെ പ്രമുഖ സർക്കസ് സ്ഥാപനങ്ങളിൽ ഒന്നാണ് അപ്പോളോ സർക്കസ്. ഇന്ത്യയുടെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും വിദേശ രാജ്യങ്ങളിലും പ്രദർശനം നടത്തി തിരിച്ചുവന്ന അപ്പോളോ സർക്കസ് കോഴിക്കോട്ട് ആദ്യമായി പ്രദർശനം ആരംഭിച്ചു. ആദ്യ പ്രദർശനം കോഴിക്കോട് മറൈൻ ഗ്രൗണ്ടിൽ മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഹിന്ദി സിനിമ സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ അഭിനയിച്ച സർക്കസ് എന്ന പ്രസിദ്ധമായ TV സീരിയൽ പിറന്നത് അപ്പോളോ സർക്കസിൽ നിന്നാണ് എന്നത് സർക്കസിന്റെ പ്രത്യേകതകളിൽ ഒന്നാണ്. സർക്കസ് കലയുടെ പുതിയതും പഴയതുമായ സർക്കസ് അഭ്യാസങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് തികച്ചും ഇന്ത്യൻ സർക്കസ് കലാകാരന്മാർ മാത്രമുള്ള അതിമനോഹരമായ സർക്കസ് അഭ്യാസങ്ങളാണ് സർക്കസ് സംഘം കോഴിക്കോട് ജനതയ്ക്കായി കാഴ്ചവെക്കുന്നത്. ദിവസവും ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 4 മണി, രാത്രി 7 മണി എന്നിങ്ങനെയാണ് പ്രദർശനങ്ങൾ. 150 രൂപ, 200 രൂപ, 300 രൂപ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫുട്ബോൾ ഉൾപ്പെടെയുള്ള സ്പോർട്സ് രംഗത്തേക്ക് വനിതകൾ കടന്നുവരുന്നത് അഭിമാനകരമെന്ന് ഫുട്ബോൾ താരം CK വിനീത്. കുറ്റിച്ചിറ മിഷ്കാൽ പള്ളിയിൽ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ സംഗീത ജലധാര നടപ്പാക്കാൻ തയ്യാറാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബേപ്പൂരിൽ മഹിളാ സംഗമം. ഫറൂഖിലെ സജീവ സാമൂഹ്യ പ്രവർത്തകൻ എഞ്ചിനീയർ P വേണുഗോപാലന് ജനകീയ കൂട്ടായ്മ ഡിസംബർ 22-ന് ആദരമൊരുക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.